സനോജ്, തട്ടിപ്പ് പൊളിയുന്ന രേഖകൾ പുറത്തേക്ക് വരുമ്പോൾ ബി.ജെ.പി നേതൃത്വമടക്കം മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നേരത്തെ ഈ വാർത്തയുടെ തുടക്കത്തിൽ ഇടുക്കിയിൽ നിന്ന് ജോസിലാണ് ഗീതാകുമാരി എന്ന് പറയുന്ന ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി അംഗമായ ഒരു വ്യക്തിയുടെ വാചകം നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത്. അവർ ഈ അനന്തകൃഷ്ണനെ പരിചയപ്പെട്ടത് പ്രമീളാദേവി വഴിയായിരുന്നു, പ്രമീളാദേവിയുടെ പേഴ്സണൽ സ്റ്റാഫ് ആയിരുന്നു എന്നൊക്കെയാണെന്ന് ഗീതാകുമാരി പറഞ്ഞത്. അതിനു മറുപടിയായിട്ടാണ് പ്രമീളാദേവി പറഞ്ഞത്, എനിക്ക് പരിചയമില്ല, ഒരു പൊതുചടങ്ങിൽ വച്ച് കണ്ട പരിചയം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത്. ഒളിക്കാനൊന്നുമില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു നുണ ഈ പ്രമീളാദേവിക്ക് പറയേണ്ട കാര്യമുണ്ടായിരുന്നോ? അവർക്ക് പറയാമായിരുന്നു, അതല്ല, എനിക്ക് പലയിടങ്ങളിൽ അവരെ കണ്ട പരിചയമുണ്ട് എന്ന് പറഞ്ഞ് അതിനെ ഡീൽ ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ ഒളിക്കാൻ എന്തൊക്കെയോ ഉള്ളത് കൊണ്ടല്ലേ അന്ന് അങ്ങനെ നുണ പറയേണ്ടി വന്നത്? ആ ഒളിച്ചു വച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ടല്ലേ ഈ രേഖകളിലൂടെ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇത്തരം രേഖകൾ പുറത്തു വരുന്നത് ആധികാരികമായ രേഖകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഒളിച്ചു കളിക്കാൻ പ്രമീളാദേവിക്ക് കഴിയുകയില്ല. ആദ്യം ഇവർ വ്യക്തമാക്കിയിരുന്നത് തനിക്ക് ഒരു പൊതുപരിപാടിയിൽ കണ്ടുള്ള പരിചയം മാത്രമായിട്ടാണ് അനന്തകൃഷ്ണനുമായി ഉണ്ടായിരുന്നത് എന്നാണ്. മുൻപ് ഇവർ കോൺഗ്രസ്സുകാരിയായിരുന്നു. അങ്ങനെ കോൺഗ്രസ്സുകാരിയായിരുന്നപ്പോഴാണ് വനിതാ കമ്മീഷൻ അംഗമായി പ്രമീളാദേവി സ്ഥാനമേറ്റെടുക്കുന്നത്. പിന്നീട് കോൺഗ്രസ് അധികാരത്തിൽ നിന്നും പോയപ്പോൾ സ്വാഭാവികമായും അധികാരത്തിന് വേണ്ടി വീണ്ടും അവർ രാഷ്ട്രീയത്തിൻ്റെ പുതിയ ലാവണ്യം തേടി ബി.ജെ.പിയിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ ബി.ജെ.പിയിലെത്തിയ അവർക്ക് ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവി ലഭിക്കുന്നു. അങ്ങനെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവി ലഭിക്കുമ്പോൾ തന്നെ അവർ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ ഭാഗമായി മത്സരിക്കുന്നുണ്ട്. അങ്ങനെ പാലായിൽ മത്സരിച്ച ലേഡിയായിരുന്നല്ലേ? അത് ഞാൻ ഇപ്പോഴാണ് ഓർമ്മയിലേക്ക് വരുന്നത് സനോജ്. ഇപ്പോൾ ആ പോസ്റ്റർ കണ്ടപ്പോഴാണ് ഓർമ്മയിലേക്ക് വരുന്നത്. യെസ്, ഇപ്പോൾ വ്യക്തമായ ആളാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഞാനിപ്പോൾ നമ്പർ കൂടി നമ്മുടെ ന്യൂസ് ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. അവരുടെ നമ്പർ മുതൽ തന്നെ അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ അവരെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. പുതിയ സാഹചര്യത്തിൽ എന്തെങ്കിലും സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും പ്രമീളാദേവിക്ക് ഇനി അങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കാൻ കഴിയുകയില്ല. അനന്തകൃഷ്ണനുമായി കണ്ടുള്ള പരിചയം മാത്രമല്ല, ഒരു കരാറടിസ്ഥാനത്തിലുള്ള തട്ടിപ്പിന്റെ മറ്റൊരു മുഖം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും കമ്പനി അമ്പാട്ട് മുകുന്ദൻ ആരാണ്? ഇപ്പോൾ ഈ കമ്പനിയുടെ ഡയറക്ടറായ ഈ പ്രമീളാദേവിയുടെ മകളുടെ കൂടെ ഇപ്പോൾ ഈ കമ്പനിയിൽ ഡയറക്ടറായി നിൽക്കുന്ന അമ്പാട്ട് മുകുന്ദൻ ആരാണ്? ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ആളാണോ അദ്ദേഹം? അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴേക്കും അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള ആളാണ്, അമ്പാട്ട് മുകുന്ദൻ എന്നുള്ള ആൾ. അതായത് ഈ പ്രമീളാദേവി ഈ ഡയറക്ടർ സ്ഥാനം രാജിവെച്ചപ്പോൾ മകൾ ആ ഡയറക്ടർ സ്ഥാനത്തേക്ക് വരുന്നു. ഒപ്പം തന്നെ മറ്റൊരു ഡയറക്ടർ കൂടി കടന്നു വരുന്നു. അങ്ങനെ രണ്ടു പേർ, ഒന്ന് തൻ്റെ സ്വന്തം മകൾ, മറ്റൊരാൾ തൻ്റെ വിശ്വസ്തനായിട്ടുള്ള ആൾ, തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള ആളാണ് അമ്പാട്ട് മുകുന്ദൻ എന്ന് പറയപ്പെടുന്ന ആൾ. അദ്ദേഹം ദീർഘകാലമായി പ്രമീളാദേവിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നിലവിൽ ലഭ്യമായിട്ടില്ല. എന്തായാലും വരും മണിക്കൂറുകളിൽ അതുകൂടി നമുക്ക് നൽകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ് പ്രമീളാദേവി, കാഞ്ഞിരപ്പള്ളി ആനക്കല്ല് സ്വദേശിയാണ്. അങ്ങനെ കാഞ്ഞിരപ്പള്ളി ആനക്കല്ല് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ കമ്പനി രൂപീകരിച്ചത്. അതായത് അനന്തകൃഷ്ണനുമായി ചേർന്നുകൊണ്ട് രൂപീകരിച്ചത്. ഇപ്പോൾ ഈ കമ്പനിയെ കുറിച്ച് പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് സനോജ് അന്വേഷിച്ചപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം ഏതെങ്കിലും ഒരു സാധാരണപ്പെട്ട കർഷകന് കിട്ടിയിട്ടായിട്ട് അറിവുണ്ടോ? അത് ആരുടെങ്കിലും കയ്യിൽ നിന്ന് പണം പോയതായിട്ട് വല്ല അറിവുമുണ്ടോ? എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു പ്രവർത്തന ശൈലി? നിലവിൽ അത്തരത്തിൽ ഒരു വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കാർഷികോപകരണങ്ങൾ പാതി വിലയ്ക്ക് നൽകുമെന്നുള്ള ഒരു അറിയിപ്പ് കൂടിയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കോട്ടയം ജില്ലയെ സംബന്ധിച്ച് നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി വരും മണിക്കൂറുകളിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ഒരു വ്യക്തി എന്നെ വിളിച്ചിരുന്നു. അവർക്ക് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനപ്പോൾ നമ്മുടെ പരസ്യത്തിനിടയിലായിരുന്നു. അപ്പോൾ പിന്നീട് വിളിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ വരും മണിക്കൂറുകളിൽ കുറെ കൂടി ഇതിൻ്റെ തട്ടിപ്പിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് എന്തായാലും നമുക്ക് മനസ്സിലാവുന്നത്. കോട്ടയം ജില്ലയിൽ പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ചുകൊണ്ട് 650 പേരാണ് ഇപ്പോൾ നിലവിൽ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം ഈ തട്ടിപ്പിന് പരാതി നൽകിയിട്ടുള്ളത് അനന്തകൃഷ്ണനെതിരെ. അവിടെ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്ന അനന്തകൃഷ്ണൻ ഭൂമി വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ അനന്തകൃഷ്ണൻ വാങ്ങിയിട്ടുള്ള ഭൂമിയിലൊക്കെ ഇനിയും ഇത്തരത്തിൽ പാർട്ട്ണർമാരായിട്ടുള്ള ആളുകൾക്കൊക്കെ പങ്കുണ്ടോ എന്നുള്ളതാണ് അന്വേഷണത്തിലൂടെ വെളിവാവേണ്ടത്. എന്തായാലും പ്രമീളാദേവിക്ക് ഇക്കാര്യത്തിൽ മാറി നിൽക്കാൻ കഴിയുകയില്ല. പ്രമീളാദേവിക്ക് കണ്ടുപരിചയം മാത്രമായിരുന്നില്ല അനന്തകൃഷ്ണനുമായി ഉണ്ടായിരുന്നത്, വലിയൊരു ആത്മബന്ധമുണ്ടായിരുന്നു. അനന്തകൃഷ്ണനുമായി ഒരു കമ്പനി തന്നെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കരാർ വ്യവസ്ഥയിൽ അവർ തട്ടിപ്പിന് അനന്തകൃഷ്ണൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ രൂപീകരിച്ച കമ്പനിയിലൂടെ ആർക്കെങ്കിലും പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ആരെങ്കിലും ചതിയിൽപ്പെട്ടിട്ടുണ്ടോ
ബന്ധപ്പെട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി ഇനിയും വരും മണിക്കൂറുകളിൽ നമുക്ക് നൽകാൻ കഴിയും. കാരണം ഈ പരാതികൾ കൂടുതൽ ഇത്തരത്തിൽ വാർത്തകൾ വരുമ്പോഴാണ് പരാതിക്കാർ കൂടുതലായി രംഗത്ത് വരുന്നത്. അങ്ങനെ പണം നഷ്ടപ്പെട്ട ആളുകളിൽ നിന്നും ഇനിയും പരാതികൾ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. മുണ്ടക്കയം കേന്ദ്രീകരിച്ചുകൊണ്ട്, കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് അനന്തകൃഷ്ണൻ ഒരു യോഗം സംഘടിപ്പിച്ചിരുന്നു. അന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ സ്ഥലം MLA കൂടി പങ്കെടുപ്പിച്ചിരുന്നു എന്നുള്ളതാണ് മുമ്പ് എന്നോട് വിളിച്ചിരുന്നതെന്ന് ഞാൻ പറഞ്ഞ ആ സ്ത്രീ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത്. ഒപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം, പലവിധത്തിൽ അന്വേഷിച്ചപ്പോൾ ഇതിനകത്തൊരു വിശ്വാസ്യതയുണ്ട്, ഇത്തരത്തിൽ പലവിധ ആളുകൾ ഇതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ശരി സനോജ്, ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ സനോജ് പുറത്തേക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇത് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും ഇപ്പോൾ BJP നേതൃത്വമടക്കം. കാരണം അവരുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റാണ് ഇപ്പോൾ ആരോപണ വിധേയ എന്നതിനപ്പുറത്തേക്ക് രേഖകൾ സഹിതം പുറത്തു വന്നതോടുകൂടി മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്നത്. പ്രമീളാദേവി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്, മറുപടിയില്ല. എനിക്കൊരു പൊതുചടങ്ങിൽ കണ്ട പരിചയം മാത്രമേ അനന്തകൃഷ്ണനുമായി ഉണ്ടായിരുന്നു എന്നാണ് പ്രമീളാദേവി പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ഒരാളുമായി ചേർന്ന് പ്രമീളാദേവി ഒരു കമ്പനി രൂപീകരിക്കുമോ? ആ കമ്പനി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രമീളാദേവിയുടെ മകളാണ് ഇപ്പോൾ അതിന്റെ ഡയറക്ടർ. മറ്റൊരാൾ അമ്പാട്ട് മുകുന്ദൻ എന്ന് പറയുന്ന തൃശ്ശൂർ സ്വദേശിയാണ്. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ എത്തി നിൽക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടെന്ന് തോന്നുന്നു. വാർത്തകളുടെ ഒരു കൂമ്പാരം അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.